പണം സമ്പാദിക്കുക എന്നത് മാത്രമല്ല, അതെങ്ങനെ ചിലവാക്കുന്നു എന്നതും പ്രധാനമാണ്. പലരും കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും സാമ്പത്തികമായി ഉയരാൻ കഴിയാത്തതിന് കാരണം ചില തെറ്റായ ശീലങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യം മാറാനും സാമ്പത്തിക ഭദ്രതയുണ്ടാകാനും അറിഞ്ഞിരിക്കേണ്ട 3 പ്രധാന തെറ്റുകളെക്കുറിച്ചാണ് ഇന്ന് പ്രപഞ്ചജാലകം ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ തെറ്റ്: ഷോ ഓഫ് സംസ്കാരം. നമ്മുടെ അയൽവാസി ഒരു പുത്തൻ ഫോൺ വാങ്ങിയാലോ, ബന്ധുക്കൾ പുതിയൊരു കാർ വാങ്ങിയാലോ ഉടൻ തന്നെ അത് വാങ്ങാൻ നമ്മളോടും. നമ്മുടെ വരുമാനത്തിനനുസരിച്ചാണോ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കാറില്ല. ആഡംബര വസ്തുക്കൾ EMI ഇട്ട് വാങ്ങിക്കുന്നത് നിങ്ങളുടെ ഭാവിയെ പണയം വയ്ക്കുന്നതിന് തുല്യമാണ്. പണക്കാരനായി അഭിനയിക്കുന്നതിനേക്കാൾ പ്രധാനം പണക്കാരനാകുക എന്നതാണ്. മറ്റുള്ളവരുടെ മുൻപിൽ ആളാകാൻ വേണ്ടി കടം വാങ്ങുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തെറ്റാണ്. രണ്ടാമത്തെ തെറ്റ്: വരുമാനത്തിന് ഒരൊറ്റ വഴി മാത്രം കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഏക വരുമാന മാർഗം ജോലിയിൽ നിന്നുള്ള ശമ്പളം മാത്രമാണെങ്കിൽ നിങ്ങൾ വലിയൊരു അപകടത്തിലാണ്. ഒരു ചെടിയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന വള്ളിയെ പോലെയാണത്. ജോലിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ ജീവിതം വഴിമുട്ടും. സമ്പന്നരായ ആളുകൾക്ക് വരുമാനത്തിന് എപ്പോഴും ഒന്നിലധികം വഴികളുണ്ടാകും. ചെറിയൊരു തുകയെങ്കിലും മാസം തോറും നിക്ഷേപിക്കാനും അതിലൂടെ വരുമാനമുണ്ടാക്കാനും പഠിക്കുക. പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. മൂന്നാമത്തെ തെറ്റ്: പണത്തെക്കുറിച്ച് പഠിക്കാതിരിക്കുന്നത്. ജീവിതം പ്രവചനാതീതമാണ്. അപ്രതീക്ഷിതമായി വരുന്ന ചികിത്സാ ചിലവുകളോ മറ്റത്യാവശ്യങ്ങളോ വരുമ്പോൾ പലരും വട്ടം കറങ്ങുന്നത് കാണാം. സമ്പാദ്യശീലമില്ലാത്തതാണ് ഇതിന് കാരണം. കിട്ടുന്ന പണം മുഴുവൻ ചിലവാക്കി മാസാന്ത്യം കഷ്ടപ്പെടുന്ന ശീലം മാറ്റുക. നിങ്ങളുടെ വരുമാനത്തിൻ്റെ 20% ഭാവിക്കായി അല്ലെങ്കിൽ അടിയന്തര സാഹചര്യങ്ങൾക്കായി മാറ്റിവെക്കുക. സമ്പാദിക്കാൻ കഴിയാത്തവർക്ക് ഒരിക്കലും സാമ്പത്തിക വിജയം കൈവരിക്കാൻ കഴിയില്ല. ഈ 3 തെറ്റുകൾ തിരുത്തി നോക്കൂ. നിങ്ങളുടെ സാമ്പത്തിക ജീവിതം മാറുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. പണം കൈകാര്യം ചെയ്യുന്നതൊരു കലയാണ്. അത് പഠിക്കാൻ തയ്യാറാവുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി പ്രപഞ്ചജാലകം പിന്തുടരുക. നന്ദി.